ബിലീവേഴ്സ് ചർച്ച് സ്ഥാപകൻ മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് അന്ത്യാഞ്ജലി. സംസ്കാരം അല്പസമയത്തിനകം. ഇപ്പോൾ തിരുവല്ലയിൽ നിന്ന് വിവരങ്ങളുമായി സുജു ചേരുന്നു. നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബകുൽസുബാലില്ലവന്മേ. പ്രകാശഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ങ്ങളിൽ നിന്നുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോടുകൂടി ആനത്തിനുമായി ഇപ്പോൾ വിവരങ്ങളുമായി സുജു ടി ബാബു കൂടി ചേരുകയാണ്. സുജു, സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചോ? വിവരങ്ങൾ. വിവിധത്തെ ചടങ്ങാണ്. കബറിങ്കിലേക്ക് അന്തരിച്ച യോഹാൻ മെത്രാപ്പൊലീത്തയുടെ ഭൗതിക ശരീരം എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ ചടങ്ങുകൾ പൂർത്തിയാക്കും. സഭാസ്ഥാനമായ തിരുവല്ലയിലെ സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയിലാണ് ഈ ചടങ്ങ് നടക്കുന്നത്. പള്ളിയുടെ സമീപത്തുള്ള പ്രത്യേകം തയ്യാറാക്കിയ കബറിങ്കിലാണ് മെത്രാപ്പൊലീത്തയുടെ കബറടക്കം നടത്തുക. പ്രാർത്ഥനയ്ക്ക് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പാണ് പള്ളിക്കുള്ളിലെ പ്രാർത്ഥനാ ചടങ്ങുകൾ പൂർത്തിയാക്കി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പള്ളിയുടെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രാർത്ഥനകൾ സാമുവൽ മാർ തിയോഫിലസ് എപ്പിസ്കോപ്പയുടെ നേതൃത്വത്തിലാണ് ഈ പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. രാവിലെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം സംസ്ഥാന മുഖ്യമന്ത്രിക്ക് വേണ്ടി ജില്ലാ കളക്ടർ എസ് കൃഷ്ണ പുഷ്പചക്രം സമർപ്പിച്ചു. അതിനുശേഷം ഔദ്യോഗിക ബഹുമതികൾ നൽകി. ഇതിനുശേഷമാണ് ആയിരങ്ങളുടെ സാന്നിധ്യത്തിൽ വിലാപയാത്രയായിട്ടാണ് കൺവെൻഷൻ സെന്ററിന് സെന്റ് തോമസ് പള്ളിയിലേക്ക് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഭൗതിക ശരീരം എത്തിച്ചത്. അതിനുശേഷം പള്ളിക്കുള്ളിൽ 8ാം ഘട്ട ശുശ്രൂഷ ആരംഭിക്കുകയും അതിപ്പോൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ഭൗതിക ശരീരം അവസാന പ്രാർത്ഥനകൾക്കായി പള്ളിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ കബറടക്കം പൂർത്തിയാകും. ശരത്ത്. ബിലീവേഴ്സ് ചർച്ചിൻ്റെ സ്ഥാപകനായിട്ടുള്ള മാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപ്പൊലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ സംസ്കാര ചടങ്ങുകളിലേക്ക് അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. വിവരങ്ങളാണ് തിരുവല്ലയിൽ നിന്നും സുജു ടി ബാബു നൽകിയത്.